ഹലോ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്ക് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബട്ടർ എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ ഒരു മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ ഒരു സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ കുറച്ച് ജാതിക്ക, ഏലക്ക, ചുക്ക്, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തതാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പൊടി ചേർക്കുന്നത് ഒന്ന് ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കാതെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആ പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആ ഒരു ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ഈ ഒരു പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ പതിയെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം വിസ്ക് ചെയ്യാൻ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഷുഗർ കാരമൽ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കളറും ആ ഒരു പ്ലം കേക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാരമൽ സോസ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആ കോട്ട് ചെയ്ത് വെച്ച ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതും നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മോൾഡ് എടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മോൾഡിൽ നമുക്ക് കുറച്ച് ഗീയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഈ പ്ലം കേക്ക് 160 ഡിഗ്രിയിൽ ഒരു 1 hour ബേക്ക് ചെയ്തെടുത്ത് നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ്.